വിശകലനങ്ങളുമായി സാമ്പത്തിക കാര്യ വിദഗ്ധ ഡോക്ടർ ലേഖ ചക്രവർത്തി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ലേഖ ചക്രവർത്തി, നിലവിലത്തെ സാഹചര്യത്തിൽ ബ്രിട്ടൻ വിട്ടുപോയാൽ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ ബ്രിട്ടനും ഒരുപോലെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ സാമ്പത്തിക മേഖലയിൽ ഏതു തരത്തിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? സാമ്പത്തിക മേഖലയിൽ ഇത് ഒരു വലിയൊരു എന്താ പറയാ പബ്ലിക് ഫൈനാൻസ് ഒരു വലിയ ഹോൾ ഉണ്ടാക്കും. ഇത് ഫിസ്ക്കൽ ഓസ്റ്ററിറ്റി മെഷേഴ്സിലേക്ക് ഇത് രാജ്യത്തെ നീക്കും. കാരണം പണ്ട് തന്നെ ഇവര് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിരുന്നെങ്കിൽ പോലും അവർ ഷെൻഗൻ ഒരു അംഗീകരിക്കാത്തവരാണ്, അവർ യൂറോ അംഗീകരിക്കാത്തവരാണ്. അപ്പോൾ ഓൾറെഡി ഒരു പരിധി വരെ സോവറിനിറ്റി എൻജോയ് ചെയ്തവരാണ്. പക്ഷെ ഇത് യൂറോപ്യൻ യൂണിയൻ വിട്ട് നീങ്ങുകയാണെങ്കിൽ ബ്രിട്ടനെ അത് വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിലേക്ക് നീക്കും. അത് ജോബ്സിനെ ബാധിക്കും, അത് അവരുടെ ബജറ്റ്, അവരുടെ ട്രഷറി അത് ബാധിക്കും. ഇതൊക്കെ അഗാധമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ആ UK ട്രഷറിയുടെ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ അവര് റിമെയിൻ വേണമെന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് ഇറക്കിയവരാണ്. 3 മോഡൽസ് ആണ് അവർ പ്രൊജക്ട് ചെയ്യുന്നത്. ഒന്ന്, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുമാറി അവർ നോർവേ പോലെ ഒരു മോഡല്, യൂറോപ്യൻ ഇക്കണോമിക് ഏരിയ, ആ ഒരു മോഡൽ സ്വീകരിക്കുകയാണെങ്കിൽ ആ സാമ്പത്തികമായിട്ട് അവര് 3.8%, 3.8% അവര് ചുരുങ്ങും. അതും ടാക്സിനെ അത് 20 ബില്യൺ പൗണ്ട് അത് കുറയാനായിട്ട് ബാധിക്കും. പിന്നെ മറ്റൊന്ന്, അവർ ബൈലാറ്ററൽ അഗ്രിമെന്റ് മോഡലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, കാനഡ, യൂറോപ്യൻ യൂണിയൻ ഇത്തരത്തിലുള്ള ബൈലാറ്ററൽ അഗ്രിമെന്റ് ഫോർമുലയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ പോലും ഈ ടാക്സ് 36 ബില്യൺ ആയിട്ട് ചുരുങ്ങും. പിന്നെ ഒരു WTO മോഡലായിട്ടാണ് അവർ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 7.5%